ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ട്രെൻഡിങ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മുന്നേ ഭയങ്കരമായിട്ട് നയൻതാരയുടെ ഫേവറേറ്റ് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് വൈറലായ ഒരു റെസിപ്പിയില്ലേ, ജപ്പാൻ ചിക്കൻ. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് കേട്ടിട്ട് നിങ്ങൾ ടെൻഷൻ ആവൊന്നും വേണ്ട, ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് സവാള കാര്യങ്ങളൊന്നും വഴറ്റി ടൈം കളയാതെ ശരിക്കും എനിക്ക് തോന്നുന്ന ഒരു ഓവറോൾ ഒരു 15 മിനിറ്റൊക്കെ വേണ്ടുള്ളൂ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ജപ്പാൻ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം നന്നായിട്ട് ഊറ്റിയെടുക്കുക കേട്ടോ. പിന്നെ ഞാൻ 1-2 ട്രെൻഡിങ് വീഡിയോസൊക്കെ ജപ്പാൻ ചിക്കൻ്റെ കണ്ടപ്പോൾ അതിലൊക്കെ ബോൺലെസ് ആയിട്ടാണ് കേട്ടോ ചിക്കൻ അവരെടുക്കുന്നത്. പക്ഷേ ഞാൻ 2 രീതിയിലും ട്രൈ ചെയ്ത സമയത്ത് എനിക്ക് ഒന്നുകൂടി ബോണോട് കൂടിയിട്ട് ചെയ്തപ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഒന്നിക്ക് ബോണോട് കൂടിയിട്ട് എടുക്കുക, അല്ലെങ്കിൽ ബോൺലെസ് ആയിട്ട് എടുക്കുക. ഭയങ്കര ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതാണ് ഒന്നുകൂടി നല്ലത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആദ്യം തന്നെ 1/4 കപ്പ് അളവിൽ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആ ഒരു സെയിം അളവ്, അതായത് 1/4 കപ്പ് അളവ് തന്നെ മൈദയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ചിക്കനിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 സ്പൂണോ 3 സ്പൂണോ ഒക്കെ ആയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 1-2 സ്പൂണ്, കാരണം കുറച്ച് നോക്കിയിട്ട് ഒഴിക്കുക. നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ, നല്ല ക്രീമി ആയിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം കേട്ടോ, പച്ചവെള്ളം തന്നെയാണ്. എന്നിട്ടെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. നമുക്കൊരു ക്രീമി ആയിട്ടുള്ള കോട്ടിംഗ് ആണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു മിക്സ് റെഡി ആക്കി കൊടുക്കുന്നത്. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കനൊക്കെ മസാല റെഡിയാക്കി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഡയറക്റ്റ് ഫ്രൈ ചെയ്യാം. ഞാൻ ഇത് എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ചിക്കൻ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് 2 ബാച്ചായിട്ടാണ് കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വെളിച്ചെണ്ണ എടുക്കാൻ നിൽക്കണ്ട കേട്ടോ, അപ്പോൾ വല്ലാതൊരു ടേസ്റ്റ് മാറും. ഓയിലിൽ തന്നെ ചെയ്യാൻ നോക്കുക. ചിക്കൻ ഇട്ട് കൊടുത്ത് ഉടനെ അങ്ങനെ അങ്ങ് ഇളക്കി കളിക്കേണ്ട കേട്ടോ, കാരണം എന്താ വെച്ചാൽ ആ ഒരു കോട്ടിങ്ങൊക്കെ മൊത്തത്തിൽ ഇളകിപ്പോവും. അപ്പോൾ ഒന്നങ്ങ് ഒരു ഭാഗം സെറ്റായതിന് ശേഷം മാത്രം ഒന്ന് ഇളക്കിയിട്ട് ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടെ ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല രീതിക്ക് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. നമ്മളിതിൽ കോൺഫ്ലവറും കാര്യങ്ങളൊക്കെ ചേർത്തില്ല, അതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും കേട്ടോ. ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല മണമൊക്കെ ഉണ്ടാകും. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് കളറായിട്ട് വരുന്ന സമയത്ത് നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ മതി കേട്ടോ. അതുവരെ നന്നായിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ മൊത്തത്തിൽ ഫ്രൈ ആയിട്ടുണ്ട്, കണ്ടില്ല, അത്യാവശ്യം കളറൊക്കെ ചെറുതായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനിയിപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മൊത്തത്തിൽ കോരിയെടുക്കുക. എന്നിട്ട് സെക്കൻഡ് ബാച്ച് ഇതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ മൊത്തത്തിൽ അവിടെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ അണ്ടിപ്പരിപ്പില്ലേ അതെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം. ഒന്നുകിൽ നിങ്ങൾ ഇതുപോലെ പൊടിച്ചെടുക്കുക, ഞാനിപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മുന്നേ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് കുതിർത്ത് വെച്ചിട്ട് നമ്മൾ അരച്ചെടുക്കുമല്ലോ പേസ്റ്റ് ആക്കിയിട്ട്, അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക കേട്ടോ. കാരണം ചില മിക്സിയിൽ ഇതുപോലെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നോക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ മിക്സിങ് പരിപാടി ചെയ്യട്ടെ, ഇതുകൂടെ പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കുഞ്ഞു പീസ് അളവിൽ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽട്ടായതിന് ശേഷം 1.25 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി നുറുക്കിയതാണ്. നന്നായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഏകദേശം ഒരു 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നന്നായിട്ട് ബട്ടറിലേക്ക് എടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. നല്ലൊരു മണം വരുന്നവർ, ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങുന്നവരെ മൂപ്പിച്ചെടുക്കുക. വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 1.5 കപ്പ് അളവിൽ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാക്കറ്റ് പാലിനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ചൂടാക്കിയിട്ടൊന്നുമല്ല കേട്ടോ എടുത്തത്, ഡയറക്റ്റ് എടുത്തിട്ട് തന്നെയാണ് ഉള്ളത്. അതിനുശേഷം പാൽ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളക്കാൻ തുടങ്ങുന്ന സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പില്ലേ അത് മൊത്തത്തിലായിട്ട് ഈ ഒരു ടൈമിൽ ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. ഈ ഒരു ടൈമിലൊക്കെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണേ, പാൽ ചൂടായതിന് ശേഷം. എന്നിട്ട് ഇതുപോലെ 1-2 പച്ചമുളക് നിങ്ങൾ എരിവ് നോക്കിയിട്ട് എടുക്കുക കേട്ടോ. നല്ലപോലെ നേരിയതായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഒരു അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 പിഞ്ചൊക്കെ മതി, കാരണം നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഇട്ടതാണല്ലോ. ചെറിയൊരു ഈ ഒരു മസാലയൊക്കെ പിടിക്കാനുള്ള ഉപ്പ് മാത്രം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു ചിക്കൻ ഫ്രൈ തനിയെ കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റായിട്ട്, നമ്മൾ ചെറിയൊരു ബ്രോസ്റ്റഡ് ചിക്കൻ്റെ ആ ഒരു പോപ്കോണൊക്കെ കഴിക്കുന്ന ഒരു ചെറിയൊരു ഫ്ലേവർ വരും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സാക്കി കൊടുക്കുക.
അതിനുശേഷം നമുക്കിനി ലാസ്റ്റ് ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കണം കേട്ടോ, പഞ്ചസാരയാണ്. അപ്പോൾ ഞാൻ 1/2 ടീസ്പൂൺ പഞ്ചസാരയെ ചേർത്തിട്ടുള്ളത്. ഇത് നിർബന്ധമായിട്ട് ചേർക്കണം കേട്ടോ, എങ്കിലേ ഈ ഒരു റെസിപ്പി കംപ്ലീറ്റ് ആവുള്ളൂ. ഒരു ചെറിയൊരു ടേസ്റ്റ് ബാലൻസിനെ ചേർക്കുന്നതാണ് കേട്ടോ, എങ്കിലേ ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിന് വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റ് വേണമല്ലോ നമുക്ക്. അല്ലാതെ നമ്മൾ പഞ്ചസാര ചേർത്തതെന്ന് വെച്ച് ഭയങ്കരമായിട്ട് അങ്ങനെ മധുരമാവുമോ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഇത് എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത് വെക്കുന്തോറും തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇത്ര തിക്നെസ് മതി. ഇനി ഇതിപ്പോൾ കുറച്ച് കഴിഞ്ഞ് സെർവ് ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും തിക്കാവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ടൈപ്പായിട്ട് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ചിക്കൻ ഇട്ട് ഉടനെ തന്നെ പഞ്ചസാര ഇട്ട് അപ്പോഴും തന്നെ ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പരുവത്തിലാണ് ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ എന്തായാലും ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ, എന്തുകൊണ്ടാണ് ഇതിന് ജപ്പാൻ ചിക്കൻ എന്ന് പേര് വന്നതെന്നുള്ളത്. ഞാൻ കുറേ വീഡിയോസൊക്കെ തപ്പി, എനിക്ക് ഒന്നിലും കിട്ടിയില്ല പിടുത്തം. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് അറിയെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ, കാരണം എന്താ കാരണം എന്നറിയണമല്ലോ നമുക്ക് ഈ ഒരു ചിക്കൻ ഇങ്ങനെ ഒരു പേര് വരാനുള്ളത്. അപ്പോൾ ഇതാ ഞാൻ ചൂടോടെ തന്നെ സെർവ് ചെയ്യുന്നുണ്ട്. ഇത് തണുക്കും തോറും തിക്കായി വരും കേട്ടോ. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കാം. നല്ല ക്രീമി ആയിട്ടുള്ള ചിക്കനാണ് കേട്ടോ, സ്പെഷ്യൽ വെറൈറ്റി ടേസ്റ്റുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്